ഇനി വെള്ളം വേണത്രേ? വെള്ളമുണ്ട്. വെള്ളം നിറച്ചേക്കേ. എന്ത് ചെക്കനാടാ അത്? ഒരു പാത്രം വെള്ളം എടുത്ത് വെക്കാനും കൂടി. എന്താമോ അങ്ങോട്ട് പോണ്ടാട്ടാ. അമ്മോ സമ്മതിക്കണല്ലേ. വേറെ ഉണ്ട് മിച്ചർ അവിടെ. ഇനിയുണ്ട് 2 അവിടെ വെച്ചിരുന്നു. കൊണ്ടുവന്ന് ഇവിടെ വെച്ച കുട്ടികൾ തിന്നോളും. ഇത് പൊട്ടിക്കണ്ട, നേരത്തെ പൊട്ടിച്ചത് എടുത്താൽ മതി. അതാ ഇതിൻ്റെ ഉള്ളിലിരിക്കണത് കേട്ടോ. അപ്പോൾ എന്താ സുകന്യക്കാണെങ്കിലോ ബേക്കറി ഇല്ലാണ്ട് ചായ കുടിക്കാനേ പറ്റില്ല. എന്താ കണ്ടോ നമ്മുടെ ഇവിടുത്തെ തേക്കുന്ന റബ്ബർ തോട്ടം പോണ പോക്കുണ്ടോ? എത്ര തണലായതാണ് അല്ലേ? എത്ര തണലായതാ, എത്ര പണായതാ, എത്ര വിറക് കിട്ടിയതാ. ഇനിയൊക്കെ ഓർമ്മകളായി പറഞ്ഞല്ലേ. ഓർമ്മകളായ വിറക്കം നമുക്ക്. ഇവിടെ ഒരു എങ്ങനെ പറയാ, കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ പറയില്ലേ അവിടെ ഒരു കുഞ്ചൂസ് ഫാമിലിയിലെ പ്രസീത ഉണ്ടായിരുന്നു പറയുന്ന പോലെ ഒരു റബ്ബർ ഉണ്ടായിരുന്നു എന്ന് പറയാം, റബ്ബർ തൊടി ഉണ്ടായിരുന്നു പറയാലമ്മ. അപ്പോൾ എന്നിട്ടോ ലാപ്പറ്റുള്ളവരല്ലേ. ഞങ്ങൾ കാറിൽ വരുമ്പോൾ എന്താ പെട്ടെന്ന് ഒരു കൂട്ടര് നമ്മളെ കണ്ട് നോക്കിയിട്ട് അവര് കാറിൽ നമ്മള് ബൈക്കിൽ പോകുമ്പോൾ ഞങ്ങളിന്ന് വടശ്ശേരി പോയിക്കായിരുന്നു കേട്ടോ. അവിടെ ചെറിയൊരു വിശേഷം ഉണ്ടായിരുന്നു. അപ്പം അതിന് പോയി കഴിഞ്ഞ് വന്ന് ഉച്ചയ്ക്കാണ് വന്നത്. ഉച്ച ഒരു 1:30 ആയപ്പോൾ ആ വെയിലത്തങ്ങോട്ട് വന്നതും കൂടില്ലേ ബൈക്കിൽ. ഞങ്ങളില്ലേ എന്താ എങ്ങനെ ചെയ്യുന്നറിയോ? ഇത് കണ്ടോ, ഓരോരുത്തർ വരുമ്പോൾ കൊണ്ടുവന്ന ബേക്കറി. അമ്മ കൊണ്ടുപോകണം അങ്ങോട്ട്. എന്താ മിച്ചർ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളെ. ഇത് എത്ര ദിവസമായി ഇരിക്കുന്നു പറഞ്ഞിട്ട് ആരും കഴിക്കില്ല. എന്നിട്ടോ എന്തിനു വെയിലത്ത് നിർത്തിയത്? കൃത്യം ശരിക്കുണ്ട് കുഞ്ഞത്. അത് കുറഞ്ഞിട്ടില്ലല്ലോ, അത് കുറഞ്ഞിട്ടില്ലല്ലോ. ഇത് നിനക്ക് ഇഷ്ടമുള്ള 1 കിലോ. കണ്ടോ, അവൻ അങ്ങടും ഇല്ല ഇങ്ങടും ഇല്ലാണ്ട് പറയും. ഇന്നലെ കുഞ്ഞൻ പൂരം കഴിഞ്ഞിട്ട് വരുമ്പോഴേ ബിരിയാണി പറഞ്ഞോട്ടോ, അത് പറയണ്ട. അവൻ 1 കിലോ തൂക്കം കൃത്യം ഉണ്ടാവൻ അല്ലേ? ശരിക്കും ഉണ്ടാവില്ല കുഞ്ഞ്, നീ 3/4 കിലോന് ഉണ്ടാവും. സത്യം 1 കിലോ ഉണ്ടാവില്ല. ഈ വെറുതെ അറിയാ, ഈ 3/4 കിലോന് ഉണ്ടാവും. നീ ഒരു കോഴിയുടെ അത്രയുള്ളൂന്ന്. ചാത്തപ്പൻ ഉണ്ടാവടാ 3-4 കിലോനെ. ചാത്തപ്പനെ പേടിച്ചിട്ടാവുന്നുണ്ട്. ആ കോഴിക്കൂടിന്റെ അടുത്ത് നിന്ന് മാറിയിട്ടേ ഇല്ല. ഞങ്ങള് വരുമ്പോഴും കോഴിക്കൂടിന്റെ അവിടെ അതിന്റെ ഉള്ളിൽ കയറി കൂടെ വെച്ചാൽ കുഴപ്പമില്ലല്ലോ. എന്താ വെച്ചാൽ വല്ല നമ്മൾ പോയിട്ട് വരുമ്പോഴേക്കും വല്ല നായ്ക്കളും പിടിച്ചിട്ട് പോയാലോ വിചാരിച്ചിട്ട് എന്താണെന്നറിയില്ല. അപ്പോൾ നായ വരുന്നുണ്ട് കേട്ടപ്പോൾ. അപ്പോൾ ഞങ്ങൾ നല്ല ബിരിയാണിയൊക്കെ വട്ടത്തന്നെ നിൽക്കുന്നില്ലേ എന്റെടാ അന്റെ ചാത്തപ്പാ. കുട്ടിപ്പുറത്ത് തന്നെ നിന്നോട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോണ്ടോ. നെയ്ച്ചോറൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ? ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. നമ്മുടെ വീടിന് ഭക്ഷണം ഉണ്ടാക്കിയില്ലേ അവരാണ് കേട്ടോ, നിസാർ നാഫി കാറ്ററിംഗ് അല്ലേ? അപ്പോൾ ഇതാ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ചെരുപ്പ് നോക്കിയതാണ്, എനിക്കിതിടാൻ പറ്റില്ലേ. അമ്മൂട്ടിയുടെ ചെരുപ്പാണ് കേട്ടോ. അമ്മൂന് ഇങ്ങനത്തെ ഒക്കെ ചെരുപ്പുകളാണ് അമ്മൂട്ടിക്ക് പറ്റുള്ളൂ. തീരെ എങ്ങനെ പറയുക, ഹീലില്ലാത്ത. ഞാനും അമ്മ ഒരേപോലെ. അമ്മൂൻ്റെ ചെരുപ്പ് ഞാനെടുത്തിടും, ഇതെൻ്റെ ചെരുപ്പ്. അപ്പല്ലേ നമ്മുടെ കുഞ്ഞെ നോക്കിയൊക്കെ ആ മരം ഇങ്ങനെ ഏറ്റിയിട്ട് വണ്ടിയിൽ നിർത്തുന്ന കാണുമ്പോൾ നമുക്കൊരു പേടി തോന്നുന്നില്ല. ബാ ഇന്നലെ ചില സമയത്തൊക്കെ നമ്മൾ വൈകുന്നേരത്ത് എന്താ കോങ്ങാടൊക്കെ പോകുമ്പോൾ കാണാം എമ്മോതിരി വണ്ടി ചെറുതായിരിക്കും, മരം കെട്ടിയിട്ട് വലുതായിട്ടുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ തിരിയുമ്പോൾ നമുക്ക് പേടിയാവും. ഇത് പറവൂർക്കൊക്കെ എത്തുമ്പോഴേക്കില്ലേ ഒരു മുതലിട്ടുണ്ടേ, വണ്ടി വാടക, മരം മുറിയുടെ കൂലി
അടുത്ത ബുധനാഴ്ചയിലല്ലോ അടുത്ത ചൊവ്വാഴ്ചയിലെ പരിപാടി. അപ്പൊ അടുത്ത ചൊവ്വാഴ്ചയാണ് 56. അടുത്ത അവൾക്കൊരു ബഗ്ഗി വാങ്ങി കൊടുക്കണം അത്ര ഏട്ടാ. എന്തിന്? അവൾക്ക് എന്താ ഇതിന് ഇടാൻ വേണ്ടിട്ട് 56 ഇടാന്. ഇന്ന് എന്താ ചുരിദാർ ഇട്ടു കേട്ടോ സറാറ. അപ്പൊ ഇനി അടുത്ത ബുധനാഴ്ച ഷോർട്ട് കുർത്തിയുടെ കൂടെ ഇടാൻ വേണ്ടിട്ടത്രേ അതിന് എടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ ചൂട് പറഞ്ഞിട്ടാ, നല്ല ചൂട് കേട്ടോ. അമ്മേനെ കുറേ പേര് ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ വീഡിയോ കാണും. അപ്പൊ ചോദിക്കും അമ്മ എവിടെ ചേച്ചി, അമ്മ എവിടെ ചോദിക്കും. അമ്മ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അമ്മ ഇവിടെ നിന്ന് വിളിച്ചാൽ കേൾക്കൊന്നുമില്ല കേട്ടോ. വരും. ഇപ്പൊ ഞങ്ങളവിടെ പെങ്ങളുടെ വീട്ടിലൊരു വിശേഷം ഉണ്ടായിട്ട് അവിടെ പോയി വന്നതാണ് കേട്ടോ. എന്താ വിശേഷമൊക്കെ കഴിഞ്ഞു. ഈ പണ്ടൊക്കെ ആയിരുന്നു ഇതൊക്കെ വലിയ ഗംഭീരായിട്ടൊരു ചടങ്ങായിട്ട്. ആണോ? ആദ്യമൊക്കെയാണ് ഒരു ചടങ്ങ്. വിശേഷം പണ്ടാണ്. ഇപ്പൊ എന്താ വിശേഷം? ഇപ്പഴാണ്. എന്റെ വീട്ടിലല്ല വിശേഷം അതേപോലെ. അതെ. അപ്പൊ എന്താ വിശേഷമൊക്കെ ഇക്കും പോയിരുന്നു അവനെ. നിന്റെ ചെയ്തോന്നെ ആവോ അവന്റെ പാട്ടൊക്കെ ഭഗവാനെ. കുഞ്ഞോ അവിടെ ഞങ്ങള് രാവിലെ ചോറ് വെച്ചിട്ടാട്ടോ പോയത്. കറിയൊന്നും വെച്ചിട്ടില്ല. നോക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇന്ന് മുളക് വറുത്ത പുളിയും എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഒരു ഉണക്കൽ എന്തെങ്കിലും വാങ്ങി വറക്കാലേട്ടാ. അതാവുമ്പോൾ പിന്നെ വേഗം പണി കഴിയും. ഇല്ലെങ്കിൽ പച്ചക്കറി വെക്കുക കളയുക, പച്ചക്കറി വെക്കുക. ഇറച്ചിയാണ് പറഞ്ഞു വെച്ചാൽ പിന്നെ എന്തെന്ന് വെച്ചാൽ നാളെയാണ് പറഞ്ഞു വെച്ചാൽ കഴിയും. പച്ചക്കറിയാണ് വെച്ചാൽ ഇന്ന് വെച്ചിട്ട് നാളെയും കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇന്നലെ വെച്ച സാമ്പാറല്ലേ, ഇതല്ലേ ഇന്നലെയും കൂട്ടിയത്, ഇതന്നെയല്ലേ ഇന്നും കൂട്ടിയത് ചോദിക്കും. ചുരിദാർ അടിപൊളിയായിട്ടുണ്ട്. ഇത് ആരെടുത്ത് ചുരിദാർ? എനിക്കറിയാം ഇത്ര ചന്തം കാണുന്ന എന്താന്ന് ഇങ്ങനെ ആലോചിക്കാന്ന് ഞാന്. ഇത് ഞാനെടുത്ത മാത്രം ഇത്ര ചന്തത് കിട്ടുക എനിക്കറിയേ. നിങ്ങളെടുത്ത അത് ശരിയാ, നിങ്ങൾക്ക് മാത്രമേ സെലക്ഷൻ ഉള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും സെലക്ഷൻ ഇല്ല അല്ലേ? ഇത്ര നല്ലതല്ലാണ്ട് ആരെടുക്കുക? എങ്ങനെ തെരഞ്ഞെടുക്കാൻ അത്ര നല്ലത്? അപ്പൊ ഇന്ന് നിങ്ങളില്ലേ കളറോ? ഇത് ചാണക കളറാ? അത് ഇതൊരു പച്ചയല്ലേ? സുകന്യക്കൊക്കെ ചേർച്ചുള്ള കളറാണ്. സുകന്യക്ക് നല്ല ചേർച്ച ഉണ്ട് കേട്ടോ. അമ്മ വെറുതെ ഇങ്ങനെ പറയണ്ട. എന്ത് ചന്താണ് ഈ ചുരിദാറാണ്. ചന്ദന കളറോ? ചന്ദന കളർ വേറെ ഉണ്ടായിനെ. അവൾക്ക് ചന്ദന കളർ വാങ്ങി കൊടുക്കുക വെച്ചല്ലേ, ആദ്യം തുണി തീരുമാനം ഒരാളവിടെ നിർത്തണം. ചന്ദന കളറ് ചന്ദന കളർ മഞ്ഞുള്ള ഇതല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നമ്മ ഇന്നലെ. അത് ചുരിദാർ എടുത്തോണ്ട് കൊടുക്ക് കാണിച്ചിട്ട്. അവള് ചുരിദാർ എടുത്തതാണ് കേട്ടോ. എന്നിട്ട് അവള് പാത്ത് വെച്ചേക്ക. ഇന്നലെ എടുത്തൊരു ചുരിദാർ എടുത്തോ? നല്ല ചന്തല ചുരിദാർ ഉണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ പച്ചടുമ്പോ നീയും അത് ഇട്ടാൽ മതി സുകന്യ, രണ്ടുപേർക്ക് വാങ്ങപ്പോ. അപ്പൊ ഞാൻ പച്ചടുന്ന ഇട്ടപ്പോ ഇട്ടത്. ഞങ്ങള് ഫംഗ്ഷന്റെ എന്താ ചുരിദാർ ഇടാന്നാ ഫസ്റ്റ് വിചാരിച്ചത്. ഫംഗ്ഷന്റെ ചുരിദാർ ഇടുമ്പോ പിന്നെ അതന്നെ എല്ലാവരും സദ്യയുടെ ഷർട്ടൊക്കെ ഇട്ടപ്പോൾ ഞാൻ മാറ്റി. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഒരേപോലത്തെ ഡ്രസ്സ്. അതൊക്കെ കേടും. അതിന് ആ ഡ്രസ്സിൽ ചുരിദാറുകൾ തന്നെ നിന്നുള്ളൂ. നല്ല അതിൻ്റെ ആ വർക്കുകൾ നന്നായിട്ടുണ്ട്. ഇപ്പം അവർ അടച്ചു പൂട്ടിയോന്നറിയില്ല. ഞാൻ എനിക്ക് 2 ചുരിദാർ അടിക്കാൻ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട്. കണ്ടോ അടിപൊളി ചുരിദാർ. അതിന് ഞാൻ പറഞ്ഞേ വെള്ള പാന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്നിട്ട് എത്ര നന്നായിരിക്കുന്നത്. ഇത് മയിലിനെ പോലെ ഉണ്ട് ശരിക്കും. ഒരു മയിലാട്ടം കാണാൻ ഇട്ട് കഴിഞ്ഞാൽ രസല്ലേട്ടത്. പിന്നെ ഫ്രണ്ടില് വർക്കൊക്കെ വന്നിട്ട് പലതരം കളറായിട്ട് നല്ല രസമുണ്ടല്ലോ. ഞാൻ എന്നിട്ട് ഇന്ന് പറഞ്ഞാൽ അത് ഇട്ടാ മതിന്നേ. ഇതിപ്പോ 2 ഏകദേശം സെയിം കളറുമാരുണ്ട് ഇട്ട് കഴിഞ്ഞാ. കണ്ടോ അല്ല പച്ച കളറും. നെയ്യ് പേടിക്കണ്ട കേട്ടോ, ഒക്കെ എന്നാ മതി. ഇത്
കളർ ഞാൻ വെറുതെ പറഞ്ഞ ഇത് വീട്ടിൽ പോയിട്ട് വരുമ്പോ എടുത്താ പച്ചേ കടും പച്ച അങ്ങനത്തെ ഉണ്ടല്ലോ അതിന് കടു ആ പച്ചല്ലേ ഓ ആ പച്ച ഉണ്ട് കടും സുകന്യ ഏതിട്ടാൽ ചന്തം തന്നെ സുകന്യ ഇനി ചന്തല്ലാന്ന് പറയണ്ട എൻ്റെ അത് അടിച്ചതാണ് കേട്ടോ ഒന്ന് പച്ചട്ടത് അതിന് നല്ല രസമുണ്ട് അല്ലേ ഞാൻ എന്നിട്ട് വിചാരിച്ചു വേറൊരു പച്ചയും കൂടി ഉണ്ട് 200 രൂപയുടെ ഉള്ളിൽ തുണി എടുത്തിട്ട് അടിക്കൂലി ആകെ എത്ര വന്നു 500 രൂപയുള്ളൂ കേട്ടോ. പക്ഷെ അതിൻ്റെ വർക്കുകളൊക്കെ വെച്ചിട്ട് നന്നായിട്ടുണ്ടായിരുന്നു ചുരിദാർ. പിന്നെ പറഞ്ഞല്ലേ ഓരോ ഓണത്തിനും വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഓൺലൈനിൽ നിന്ന് അമ്മയെ അല്ലെങ്കിൽ ഇപ്പോൾ നാള് 2 ചുരിദാർ അമ്മ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മ ആ ചുരിദാർ നല്ല രസമുണ്ട് അല്ലേട്ടാ കാണാൻ. ഒരുപാട് വിലയൊന്നുമില്ല, 280 ഒക്കെ ഉള്ളൂ ഇത്രേ. പക്ഷെ ചുരിദാർ നന്നായിട്ടുണ്ട്. പക്ഷെ എന്തായാലും സുഖന്റെ ചുരിദാർ നന്നായിട്ടുണ്ട് കേട്ടോ. വെറുതെ സൂചിപ്പിക്കണ്ട പറ സുഖനെ, വെറുതെ സൂചിപ്പിക്കണ്ട പറ. വെറുതെ സൂചിപ്പിക്കണ്ടെന്ന് പറയാന്ന്. അവൾക്കൊരു സന്തോഷമായിക്കോട്ടെ. എന്തിനാണ് ഈ ചൂടത്ത് അവളെ ഇടങ്ങനാക്കണേ? ആരെങ്ങനെയാണ് സന്തോഷിപ്പിക്കുക? സീതലടുത്തിയമ്മ ആരോടെ പോണു? സീതലടുത്തിയമ്മ ആര് കൊണ്ടുപോയിരിക്കേ? അപ്പോ കടക്ക് നിങ്ങളെ കൊണ്ടേക്കാനല്ലേ. ഇനി പോയിട്ട് ചോറ് വെക്കണോ? ഇനി അമ്മ കുറച്ച് മാസങ്ങളും കൂടി ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് മാസങ്ങളും കൂടിയോ? ഇനിയിപ്പോ കുറച്ച് ദിവസം കൂടി അമ്മ നിക്കില്ലേ അവിടെ അല്ലേ? 56 1 വയസ്സൊക്കെ വരെയൊക്കെ നിക്കുമ്മ. അതൊക്കെ വഴി പോലെ അപ്പോഴത്തെ സൗകര്യം പോലെ ചെയ്യാം. ഇപ്പം തന്നെ 1 വയസ്സ് വരെ 2 വയസ്സ് വരെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതപ്പോൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യാം. ഇന്നേ കുറേ ദിവസമായിട്ടോ അമ്മൂനെയും അച്ചൂനെയും കൽപ്പാത്തി കൊണ്ടുപോവാ പറയുന്നു. ഇന്ന് എന്തായാലും വൈകുന്നേരം രാത്രി കൽപ്പാത്തിക്ക് പോകണം കേട്ടാ. രാത്രി പോയാൽ മതി, രാത്രിയാണ് രസം അവിടെ. ആയിക്കോട്ടെ അല്ലേ? അവൾക്ക് ഡ്രസ്സും എടുത്തിട്ട് അങ്ങനെ പോവാ. ഇപ്പോഴത്തെ കുട്ടികൾക്കില്ലേ, നമുക്കൊരു പൂതി ഉണ്ടാവില്ലേ കുട്ടികൾ മിഡിയും ടോപ്പ് ഇടണം അല്ലെങ്കിൽ കുട്ടികൾ ഉടുപ്പ് ഇടണം എന്നൊക്കെ. ഇപ്പോഴത്തെ കുട്ടികൾക്കില്ലേ മിഡിയും ടോപ്പും വേണ്ട, ഉടുപ്പും വേണ്ട, ഒന്നും വേണ്ട. എല്ലാവർക്കും നല്ല ലൂസുള്ള പാൻറ്റും അതേപോലെ ലൂസുള്ള ബനിയനും ഇട്ടാൽ മതി. അത് തടിയില്ലാത്ത കുട്ടികൾ. എനിക്കാണെങ്കിലോ പെൺകുട്ടികളും മിഡിയും ടോപ്പ് ഇടുക ഉടുപ്പ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഇഷ്ടമാണെന്നറിയാം. അതിലും മീതെ ഞാൻ എപ്പോഴും പറയും എനിക്ക് പെൺകുട്ടികളാണ് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ ഇതെന്താ ആണുങ്ങളുടെ പോലെ ട്രൗസറും പേര് ഷർട്ടും ഇടുന്നത്, മര്യാദയ്ക്ക് മിഡിയും ടോപ്പ് ഇട്ടിട്ട് അമ്മ ടോളിയും പറയുമ്പോൾ. അതാണ് ഇപ്പോഴത്തെ വിഷുവിന് അതേപോലെ ഓണത്തിന് ഉണ്ടായിരുന്ന ചുരിദാറും അതേപോലെ പട്ടുപാവാട ബ്ലൗസും ഉണ്ടായിരുന്നു കേട്ടോ. അമ്മൂനോട് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു, വിഷു അല്ലേ അമ്മൂട്ടി പട്ടുപാവാട ഇടാം, അമ്മൂട്ടി പട്ടുപാവാട. അമ്മ അതൊന്നും ഇടാനൊരു സുഖമില്ലാതെ. സുഖന്യ ഞങ്ങളൊക്കെ മോഡേൺ ആവാൻ കിടക്കണ. അപ്പോൾ ഞങ്ങൾ പഴഞ്ചൻ ആയിപ്പോയതാ. ആര്? നിങ്ങൾ അതേമാതിരി ഇട്ടാ മതിയേ. വാങ്ങി തന്നാ മതിയേ, ഞാനിടേ. ഞാൻ വാങ്ങിത്തരാം കേട്ടോ. ഈ ഇടില്ല നല്ലതാ സുഖന്യ, മോഡേൺ പറയാലോ. ഏട്ടാ നമ്മുടെ ചാത്തപ്പനെ ഒരു വേണ്ടടാ, എന്റെ കുട്ടീനെ ഇടങ്ങറാക്കണ്ടടാ. ഞങ്ങള് വരുമ്പോഴേക്കും പപ്പു ഇവിടെ ആരും ഇല്ലാണ്ട് വീടടച്ചു പോണത് ആദ്യമായിട്ടാ. അപ്പൊ പപ്പു വന്നപ്പോ കാത്ത് നിക്ക. അച്ഛമ്മേന ഇയും പോണ്ട, പോണ്ട. കുഞ്ഞുണ്ണി വന്നില്ല സുവിന്റെ? അപ്പൊ നീ അതിന്റെ ട്രൗസർ ഷർട്ടോ? അത് ഇവര് കാലശ്ശേരി പോയി പഠിക്കാന്ന്. എവിടെ? കാലശ്ശേരി. കുഞ്ഞുണ്ണി സ്നേഹം കൂടുതലാ എല്ലാവരോടും. അതിന് കുഞ്ഞുണ്ണി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് സോനിയുടെ അടുത്ത് ചോദിക്കുന്നതിൻ്റെ മുമ്പ് എൻ്റെ അടുത്ത് വന്നിട്ട് അമ്മായി എൻ്റെ അടുത്ത് ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ നിൽക്കട്ടെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഈ നിന്റെ അവിടെ പോയിട്ട് അമ്മയുടെ ചോദിച്ചിട്ട് അമ്മ പറയുകയോ പറഞ്ഞു, എടാ നീ ചൊവ്വാഴ്ച ഞാൻ വരാം. എന്റെ അടുത്തും വന്ന് കൊറേ പറഞ്ഞു ചൊവ്വാഴ്ച ഞാൻ നിക്കട്ടെ.
കളിച്ച് കിടക്കുക പെട്ടെന്ന് അങ്ങോട്ട് കൊല്ല കൊലയെ പറഞ്ഞിട്ടുള്ളൂ നിന്റെ നീ അല്ല കുട്ടികൾ സ്കൂൾ പൂട്ടി കഴിഞ്ഞല്ലേ വിരുന്ന് പോയി നിൽക്കണം കേട്ടോ. 4 ദിവസം 5 ദിവസം ഒക്കെ വിരുന്ന് പോയി നിൽക്കണേ. എവിടെ കണ്ണേട്ടൻ്റെ വീട്ടിലോ? പോയി നിന്നോ? എന്താ വലിയച്ഛൻ്റെ വീട്ടിൽ പോയി നിന്നോ? നിക്കണേനെന്താ? പിന്നെന്താ പട്ടി നിന്റെ ട്രൗസർ ഷർട്ട്? ആ അമ്മ പോട്ടെ, നാളെ വിട്ടാ മതി. വൈകുന്നേരം വരെ നിക്കണം അവിടെ കേട്ടോ. വൈകുന്നേരം വരെ നിക്കണം അവിടെ അറിയാം. ആരോടും മിണ്ടാണ്ട് പോരും. കനാലില് വലിയ കനാലിലും വെള്ളാണ്, ചെറിയ കനാലിലും വെള്ളാണ്. വാക്കല്ലേ? ആ കിച്ചു ആണ് കേട്ടോ ഒറ്റയ്ക്കാവുക. ഇവരെല്ലാരും പോയി കഴിഞ്ഞാൽ കിച്ചുവിനല്ലേ ഉറക്കം തന്നെ, ഉറക്കം തന്നെ. ഇപ്പൊ ഇവര് എന്താ ഒരു 5-6 ദിവസം വീട്ടിലായിരുന്നില്ലേ. കുട്ടികള് 11-12 മണിയായി കഴിഞ്ഞ പണി ഒരുങ്ങിയ അപ്പൊ ഉറങ്ങും. എന്താ ഇവരുടെ പണി? കുളിയും കടന്നുറങ്ങുന്നിട്ട് 5 മണിക്ക് കുഞ്ഞം വേണം, ഏത് കൂടെ പോണെങ്കിൽ കുഞ്ഞം വേണം. കുഞ്ഞല്ലാണ്ട് കിച്ചോട്ടനാടാ പറ്റാത്തത്. അപ്പോൾ നമ്മളില്ലേ ഇന്ന് എന്താ വേറെയുള്ള വിശേഷങ്ങളൊന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ. സമയം കിട്ടിയില്ല, ഒക്കെ തലവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് വയ്യ. അപ്പോൾ കൃത്യം 1 മണി വെയിൽ കൊണ്ടിട്ട് അങ്ങോട്ട് വന്നത്. ഞാൻ അതിൻ്റെ അടുത്തൊരു 3 മണി 3:30 ആവട്ടെ. എന്താ കാര്യം 3 മണിയാകുമ്പോഴേക്കും ആരെ വെയിലും പറഞ്ഞു. അപ്പൊ അനിയേട്ടൻ വന്നു ഇപ്പോഴാണെന്ന് വെയിൽ കമ്മിയായിരുന്നു. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ.